നമ്മൾ ലീഡർഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ഓർഗനൈസേഷനുകളിലും കമ്പനികളിലുമൊക്കെ ഈ ഒരു ലീഡർ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു പൊളിറ്റിക്കൽ സാവിനെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അതിൽ സാർ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് വൺ തിങ് I myself used to do, and also I used to suggest to others also, you should know that organization very well. അപ്പോൾ ഓർഗനൈസേഷൻ അതിൽ മെയിൻ ആസ്പെക്റ്റ് വരുന്നത് ആ സ്ട്രക്ചറാണ്. ഇപ്പോൾ CEO ഉണ്ട്, വേരിയസ് യൂണിറ്റ്സ് ഉണ്ട്, ലീഡേഴ്സ് ആരൊക്കെയാണ്, ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് പോസിബിൾ ഹു ഓൾ ആർ ദ ലീഡേഴ്സ്, അവരെ പറ്റി അവരുടെ ഒരു പ്രൊഫൈൽ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ദാറ്റ് വിൽ ഹെൽപ്പ്. ഇത് ഒരു കസ്റ്റമർ റെഫറൻസ് പോയിന്റിലാണോ അല്ലെങ്കിൽ സ്വന്തം ഓർഗനൈസേഷൻ ലീഡർഷിപ്പ്? നമ്മളൊരു ഫോർ എക്സാമ്പിൾ യു ആർ വർക്കിംഗ് ഇൻ TCS. So you got placed at Hungary, let us say. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ എത്തുമ്പോഴും ഈ പൊളിറ്റിക്കൽ സാവിനസിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. അത് ഏത് രീതിയിലൊക്കെ, ബിക്കോസ് ഇഫ് യു നോ ദ ഓർഗനൈസേഷൻ, വെദർ ഇറ്റ്സ് ഫ്രം ആൻ ഇൻറ്റേർണൽ സ്റ്റാൻഡ് പോയിന്റ് ഓർ ഈവൻ വിത്ത് ദ കസ്റ്റമേഴ്സ് ഓർ ഈവൻ ഫ്രം എ പബ്ലിക് എക്സ്റ്റേണൽ സ്റ്റാൻഡ് പോയിന്റ്, ആ ഓർഗനൈസേഷൻ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം വെൻ യു ഹാവ് ആൻ ഇൻ്റർഫേസ് വിത്ത് ഒരു ഇപ്പം നാട്ടിൽ കേരളത്തിലൊരു ഇവൻ്റ് വരികയാണ്. അപ്പോൾ അതിൽ വെദർ ടു പാർട്ടിസിപ്പേറ്റ് ഓർ ഇസ് ഇറ്റ് റിയലി നീഡഡ് ഓർ ഫോർ ദാറ്റ് അപ്രൂവൽ ഹൂം ടു സെൻഡ്. അപ്പം വെറുതെ എല്ലാം എടുത്ത് എൻ്റെ സൂപ്പർവൈസർക്ക് എഴുതിയിട്ട് കാര്യമല്ല, ബിക്കോസ് ഇറ്റ് മേ നോട്ട് ബി ഈവൻ കൺസേണിങ് ഹിം. ഈ വിൽ സേ ഇപ്പം ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഇവൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പാനലിന് ആളെ കൊടുക്കണം, അല്ലെങ്കിൽ വെദർ ദേ ആസ്ക് ഫോർ സ്പോൺസർഷിപ്പ്, ഇതെല്ലാം നോക്കണമെങ്കിൽ അറിയണമെങ്കിൽ യു ഷുഡ് നോ ദ ഓർഗനൈസേഷൻ വെരി വെൽ. ഇത് സെയിം തിങ് വിത്ത് ദ കസ്റ്റമേഴ്സ് ഓൾസോ. കസ്റ്റമർ സൈഡിൽ പോയാലും ആ മാപ്പിംഗ് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി CEO വിൽ മീറ്റ് CEO, ബട്ട് ഓൾസോ CEO ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ ലെവലിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് CEO വന്നാലും even if can be a program manager from customer side, but if that individual is critical, I don't mind telling, and the CEO also doesn't mind meeting him or her. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റ്, അപ്പം അത് ഒബ്വിയസ്ലി വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദീസ് ആർ ദ റീസൺസ്, ഇതുകൊണ്ടാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ ഓർഗനൈസേഷനും അവരുടെ ഓർഗനൈസേഷനുമായിട്ട് അത് മാപ്പ് ചെയ്യാനും നോക്കണമെങ്കിൽ വി ഷുഡ് നോ ദാറ്റ് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ, ഇപ്പോൾ മേ ബി ലാർജ് കസ്റ്റമർ ആയിരിക്കട്ടെ, ഒരു മേ ബി എ ക്ലൈൻറ്റ് ലൈക്ക് മൈക്രോസോഫ്റ്റ്. അതെ, TCS മേ ബി ഉദാഹരണം മേ ബി പ്രൊവൈഡിങ് സർട്ടൻ ലെവൽ ഓഫ് സർവീസസ് അവിടെ മൈക്രോസോഫ്റ്റിനും കൊടുക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഒരു അത്രയും ലാർജ് ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഗൂഗിൾ അങ്ങനെയുള്ള ഓർഗനൈസേഷനൊക്കെ മുഴുവൻ സ്ട്രക്ചർ നമുക്ക് ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ, ആൻഡ് വിത്ത് മൈ എക്സ്പീരിയൻസ് ഐ ഹാൻഡിൽഡ് എ വെരി ബിഗ് റിലേഷൻഷിപ്പ്. ഒരു ഫൈനാൻഷ്യൽ സ്പേസിലുള്ള കസ്റ്റമറാണ്, ആൻഡ് ഇറ്റ്സ് ബെറ്റർ ടു നോ ദാറ്റ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഓൾസോ അത് മാപ്പ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വെദർ ഇറ്റ്സ് ലൈക്ക് റെഡ്, ആംബർ ഓർ ഗ്രീൻ, അത് മാപ്പ് ചെയ്യണമെങ്കിലും ആ കസ്റ്റമർ ഓർഗനൈസേഷൻ വി ഷുഡ് നോ വെരി വെൽ. അപ്പോൾ അതനുസരിച്ച് നമുക്കത് മാപ്പ് ചെയ്യാനും പറ്റുള്ളൂ, ആൻഡ് ഹൗ വി ടേക്ക് ഇറ്റ് ഫോർവേഡ്. ബട്ട് ഡെഫിനറ്റ്ലി ഐ വുഡ് സജസ്റ്റ് യു ഷുഡ് നോ ദാറ്റ് ഓർഗനൈസേഷൻ. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ മനസ്സിലാക്കിയിരുന്നതിനാൽ അവിടെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ലെവൽ ഓഫ് ബ്രേക്ക് ത്രൂ ചെയ്യാൻ സാറിന് സാധിച്ചിട്ടുണ്ട്? ഉണ്ട്. നമ്മുടെ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എളുപ്പമാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റിലേഷൻഷിപ്പ്. അപ്പോൾ ആ ഒരു ഓർഗ് സ്ട്രക്ചർ അറിയുമ്പോൾ എവറി യൂണിറ്റ് മേ നോട്ട് ഹാവ് എ VP ഓർ ആ ലെവലിൽ SVPs ഉണ്ടാവണമെന്നില്ല. ദാറ്റ് സം ഓഫ് ദ യൂണിറ്റ്സ് മേ ബി വെരി ക്രിട്ടിക്കൽ. അവിടെ ഒരു ഡയറക്ടർ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്. ബട്ട് ഈ ഒരു യൂണിറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് ഐ ക്യാൻ ലിവറേജ് ദാറ്റ് റിലേഷൻഷിപ്പ് ടു ഗെറ്റ് ആൻ എൻട്രി ഇൻ ടു ദാറ്റ് യൂണിറ്റ്. അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻഫാക്ട് മെനി ഓഫ് ദ ലാർജർ ഓർഗനൈസേഷൻ ആ ഒരു ഫുൾ അവരുടെ സൈറ്റിൽ പോയാൽ ഓർഗ് സ്ട്രക്ചർ നമുക്ക് കിട്ടും, റൈറ്റ് അപ് ടു വാട്ട് എവർ ലെവൽ. അവരുടെ ടീം മെമ്പേഴ്സിൻ്റെ പേര് വരെ അതിനകത്ത് കിട്ടും. അത്രയും വരെ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് ആ റീസണബിൾ ലീഡർഷിപ്പ് ലെവലിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഒരു പുതിയ എംപ്ലോയി ഒരു TCS പോലെ ഇപ്പോൾ 6 ലക്ഷം പേര് 600,000 ആൾക്കാരുള്ളൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാണ്. ജസ്റ്റ് ഒരു എൻജിനീയറിംഗ് പാസ്സായിട്ട് ജോയിൻ ചെയ്യാണ്. അങ്ങനെ ഒരു ഇപ്പോൾ 600,000 എംപ്ലോയീസ് എന്ന് പറഞ്ഞൊരു ഹ്യൂജ് നമ്പറാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് മൾട്ടി നാഷണൽ കമ്പനികളും ഈ അക്രോസ് ലോകരാജ്യങ്ങളുമായിട്ട് ഫുട് പ്രിൻ്റൊക്കെ ഉള്ള കമ്പനികളൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഗോഡ് ഫാദർ ലെവൽ എൻ്റെ ആവശ്യകതയുണ്ടോ? ഒരു ഓർഗനൈസേഷനിൽ പോകുമ്പോൾ ഒരു പൊളിറ്റിക്കലി സേവിനെസ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഐ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓർഗനൈസേഷൻ വെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പുതിയ ന്യൂ എൻട്രൻ്റ് വന്നു കഴിഞ്ഞാൽ
ആ ഓർഗനൈസേഷനിൽ പൊളിറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, അങ്ങനെ അല്ല. പൊളിറ്റിക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. അത് പഠിക്കാൻ ഐ വുഡ് സേ അറ്റംപ്റ്റും ചെയ്യരുത്. കാരണം ലൈക്ക് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ ഹൗ ടു പ്ലേ പൊളിറ്റിക്സ്. അതർവൈസ് മൈ പ്രിൻസിപ്പിൾ ഇസ് ഡോണ്ട് ഈവൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. Okay. Political savviness is one thing. You know the leader, how he or she acts or reacts at certain situations, and when you needed to connect with him or her. അതിനൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നല്ലതാണ്. ഒരു ന്യൂ എംപ്ലോയി റൈറ്റ് ഔട്ട് ഓഫ് ദ കോളേജ് ജോയിൻ ചെയ്യുമ്പം അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ദെൻ ദ തിങ് ഈസ് ലൈക്ക് യു ഷുഡ് ഓൾവേസ് ഫിഗർ ഔട്ട് എ മെൻറ്റർ. ആ മെൻറ്റർ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. പിന്നെ മോസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻസ്, സ്മോൾ, മീഡിയം ഓർ ലാർജ് ഓർ വെരി ലാർജ്, വിൽ ഹാവ് ദെയർ ഓൺ സൈറ്റ്സ്, വെബ്സൈറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഐ വുഡ് സജസ്റ്റ് ഓൺ എ റെഗുലർ ബേസിസ് keep monitoring that platform, or that what is the news coming. Okay, like our CEO got this award in so and so place, അല്ലെങ്കിൽ this particular relationship won so and so award, അതും അല്ലെങ്കിൽ the best employer award. അപ്പോൾ അതെല്ലാം അറിഞ്ഞിരുന്നാൽ that will also help. അപ്പം സഡനായിട്ട് ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ ആ ഒരു ലൈക്ക് നമ്മുടെ കൊച്ചിയിലാണെന്ന് തോന്നുന്നു, അവർ Mr. Chandra, when he was the CEO, came, and at that time, like he had completed all the 7 world full marathons. അപ്പോൾ അത് വന്നപ്പം പുള്ളിക്ക് അത് ഒറ്റ മൊമെൻറ്റോ കിട്ടി. 7 ബെർലിൻ, ബോസ്റ്റൺ, ന്യൂയോർക്ക് എന്നൊക്കെ. അപ്പം ലൈക്ക് സം ഓഫ് ദ ജൂനിയേഴ്സ് ഹാവ് ബീൻ നോട്ടീസിങ് ദാറ്റ്. അപ്പോൾ ആ ടൗൺ ഹാളിൽ ദേ സ്റ്റൂഡ് അപ്പ് ബിഫോർ ആസ്കിങ് എ ക്വസ്റ്റ്യൻ, കൺഗ്രാജുലേഷൻസ് ആദ്യം പറയുന്നത്. അതെല്ലാവർക്കും പറ്റിയെന്ന് വരത്തില്ല. സോ ഹി വിൽ നോട്ടീസ്. ലൈക്ക് ഈ TCS പോലെ വളരെ ലാർജായിട്ട് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസിൽ ഇങ്ങനെ ഒരു ഔപചാരികതയുള്ള മെന്റേഴ്സ് ഉണ്ടാവുമോ, അതോ നമ്മൾ കണ്ടുപിടിക്കുകയാണോ വേണ്ടത്? Either way, like there is a what you call established mechanism through which the one unit of HR assigns mentors to you. അതുകൊണ്ട് അതല്ലെങ്കിൽ യു ക്യാൻ യുവർ സെൽഫ് ഗോ അറൗണ്ട് ആൻഡ് ലൈക്ക് ഫിഗർ ഔട്ട്. എങ്ങനെയാണ് ഈ പെയറിംഗ് ഓഫ് മെന്റേഴ്സ് ചെയ്യുന്നത്? ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ആണോ, അല്ലെങ്കിൽ സ്വഭാവങ്ങൾ വെച്ച് നോക്കി എങ്ങനെയാണ് ഒരു മെന്റർ? അതിൽ നോട്ട് മേ ബി ദ ഫുൾ സ്പെക്ട്രം വരില്ല. ഒരു ലെവൽ വന്നിപ്പം എനിക്ക് ലൈക്ക് 2-3 years ബാക്ക് 2 പേരെ അസൈൻ ചെയ്തു. അപ്പോൾ അവർ ഒരാൾ ഐ തിങ്ക് ബോത്ത് ഓഫ് ദം ആർ ലേഡീസ്. വൺ ഓഫ് ദം വാസ് identified to take over our global delivery center in Saudi Arabia. അപ്പം അവർ നോക്കിയപ്പം ഐ ഹാഡ് എ GDC എക്സ്പീരിയൻസ് ഇൻ ഹംഗറി. അപ്പം അങ്ങനെ അവർ നോക്കും. അപ്പോൾ അതനുസരിച്ച് സോ ലൈക്ക് ദ വേ വി ഡു ബിസിനസ് ഓർ ഹൗ വി പെർഫോം വർക്ക് ഇൻ ഇന്ത്യ വേഴ്സസ് ഹൗ വി ഡു ദാറ്റ് ഔട്ട്സൈഡ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മെന്ററിങ്ങും ഒരു ലീഡർഷിപ്പിന്റെ ഭാഗമാണ്. അതെ definitely. അപ്പോൾ ഇതിൽ she is still there, she is still handling that. The other person also was put because she was taking over a large relationship. അപ്പോൾ ആ രണ്ട് നോക്കുമ്പോഴും ഈവൻ ഫ്രം എ ഡെലിവറി ആൻഡ് എ കസ്റ്റമർ ഫേസിങ് ആംഗിൾ അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടുണ്ടാവണം. അങ്ങനെയാണ് ഇവർ രണ്ട്, ഒരാൾ പൂനെയിലും മറ്റേ ആൾ ഐ തിങ്ക് വാസ് ഇൻ ചെന്നൈ. എങ്ങനെയാണ് അവർ താങ്കളുമായിട്ട് ബന്ധപ്പെടുക? കമ്മ്യൂണിക്കേഷൻ മെയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ? there is a mechanism where they will ask whether you want to become a mentor. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. Otherwise they know with this experience. ഇത് like I didn't know. I was like contacted telling so and so is going for this role, can you provide the details? അങ്ങനെയും വരാം. അതും ഇതൊന്നും അല്ലെങ്കിൽ somebody else as a senior level know, you go to Kochi, spend some time with Dinesh എന്ന് പറയാം. അങ്ങനെയും വരാം. ഓക്കെ. ഇല്ല, ഞാൻ വേറൊരു ചോദ്യം, ഇച്ചിരി ഇതൊരു ഇച്ചിരി ക്രിട്ടിക്കലായിട്ടൊരു ചോദ്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഓർഗനൈസേഷനിൽ ഞാൻ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. ലെറ്റ്സ് ഒരു ഹൈറാർക്കി ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, ഓർഗ് മാപ്പൊക്കെ ഉള്ളതാണ്. ഞാനൊരു മിഡിൽ ലെവലിൽ നിൽക്കുകയാണ്. ഇപ്പം ഐ വുഡ് ലൈക്ക് ടു പ്രോഗ്രസ് ഫാസ്റ്റർ ഓർ ഐ വുഡ് ലൈക്ക് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ എൻ്റെ മുകളിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്കൽ സാവ്നെസ് കാണിക്കുക? ബേസിക്കലി ഇൻ ദാറ്റ് ഒഫീഷ്യൽ സ്റ്റാൻഡ് പോയിന്റ് ഇറ്റ് സെൽഫ്, you would have already created that relationship. Obviously you have to perform well, that is given. Whether it's a customer facing role or customer handling, delivery handling, team handling, എല്ലാ പെർസ്പെക്റ്റീവിലും somebody or the other will be monitoring. അത് കഴിയുമ്പോഴത്തേക്ക് there are like regular promotional aspects which comes into play. അപ്പം ഞാനത് ഇവിടെ TCSൽ കൊച്ചിയിലാണെങ്കിലും ട്രിവാൻഡ്രത്തിലാണെങ്കിലും എൻ്റെ ടീമിൽ പറയുന്നത്, you should create that visibility
within your relationship, then within your unit, and also within the DC delivery center and across the organization. അപ്പോൾ ഒരു മൾട്ടി ലെവലിൽ ആ ഒരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ അന്ന് ഇദ്ദേഹം when it was Hungary, Mr. Ramdare ആയിരുന്നു CEO and Chief Operating Officer was Chandra. And then suddenly a call came from him saying, there is this thing, I want you to take up the role in Budapest. അപ്പം അത് ലൈക്ക് ബിക്കോസ് ഐ ഹാവ് അന്ന് താങ്കൾ എവിടെയായിരുന്നു? ഞാൻ കൊച്ചിയിലായിരുന്നു 2009. Then I said, yeah, like ഞാൻ പറഞ്ഞു, thanks for giving that opportunity. Yeah, you think over and come back. കാരണം ഞാൻ വീട്ടിലും ഒക്കെ നോക്കിയിട്ട് then I accepted it. അപ്പോൾ അത് തന്നെ പലരും പറയുന്നുണ്ട്, കൊച്ചിയിൽ സുഖമായിട്ടിരുന്നല്ലേ, വല്ല കാര്യമുണ്ട് അവിടെ പോകേണ്ടിയിരുന്നാണ്. പ്രോഗ്രസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഓപ്പർച്യൂണിറ്റി ഡസന്റ് കം എവറി അതർ ഡേ. വെൻ ഇറ്റ് കംസ് യു ടേക്ക് ഇറ്റ്. വാട്ട് അന്ന് മോനാണെങ്കിൽ 10th അപ്പോൾ അത് വളരെ ക്രിട്ടിക്കൽ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അത് അവതരിപ്പിക്കാൻ തന്നെ ഫസ്റ്റ് സിനാരിയോ ഇസ് ഹൗ യു ടു പ്രസന്റ് ടു ഹിം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഐ വെന്റ് ദർ ആൻഡ് ഐ എം വെരി ഷുവർ ലൈക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ ഐ വുഡ് നോട്ട് ഹാവ് ഗോട്ട് in that time frame which I got as a VP if I would have continued in Kochi. Okay. And it was a challenge also. It was not easy. It's a complete first time I am going to work in Europe. ഒരു completely different setup ആണ്. അത് ഒരു ഈസ്റ്റേൺ ബ്ലോക്കിലെ but it was an experience. ഈ നമ്മൾ ഓർഗനൈസേഷണൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മാനേജ്മെന്റിൽ പൊളിറ്റിക്കൽ സാവനസിനെ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു പൊളിറ്റിക്കൽ ഷൂട്ട്നെസ് എന്ന രീതിയിൽ പറയും. ഈ സാവനസിന് ശരിക്കും അടുത്ത് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റലക്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിശക്തി എന്നും പറയാം. അപ്പോൾ ഈ ഒരു ലീഡർ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ ഒരു എംപ്ലോയി എന്നുള്ള നിലയിലും ഒക്കെ ഈ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, ഓർഗനൈസേഷൻ്റെ എവിടെ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നയിക്കാനാകും, നല്ല രീതിയിൽ നയിക്കാനാകും എന്നുള്ള രീതിയിലാണ്. അത് സാറ് പറഞ്ഞ വേർഡ് എടുക്കുകയാണെങ്കിൽ ഷൂഡ്നസ്, ഇറ്റ്സ് നോട്ട് ഷൂഡ്നസ്. ഷൂഡ്നസ് എന്ന് പറഞ്ഞാൽ then you are political, you are playing. You have to be definitely apolitical, but you should understand the organization and also not only yourself, you can get the things done or whatever is needed, whom to contact, അത് ചെയ്യാൻ പറ്റും. Also you will be able to like help others to if they have a problem, how to navigate it. Either you can directly do it or at least suggest them, this is the way you should go forward and do it. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനും പറ്റും. That also helps. That is again, if you connect back, it's a starting step for a relationship building. ഈ നമ്മൾ ആ ഒരു ആസ്പെക്റ്റും ഉണ്ട്. വെരി നൈസ്. ശരിക്കും പക്ഷേ നമ്മളൊരു മാനേജ്മെന്റ് തലത്തിൽ ഒരു പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ഈ രാഷ്ട്രീയപരമായിട്ട് മീൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇത് വരുന്നില്ല. അല്ല ഓർഗനൈസേഷൻ നമ്മൾ പൊളിറ്റിക്സ് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൻഫ്ലുവൻസിങ് ആൻഡ് അതോറിറ്റി, മാനേജിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ്, അല്ലെങ്കിൽ കൺട്രോളിങ് ആൻഡ് ഇൻഫ്ലുവൻസ്. And without doing any harm to anybody, but you understand the organization very well, which that know-how you can leverage in helping others or units or whatever, and also for your own, if like certain things to be done. നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ, ഒരു ലീഡർഷിപ്പിന്റെ സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ ഒരു ലീഡർ സ്വയം അറിയുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ ഒരു അവെയർനെസ്, ഒരു ലാർജർ ലെവൽ ഓഫ് അവെയർനെസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ആരാണ് മാനേജ് ചെയ്യുന്നത്, ആരാണ് അതോറിറ്റി കൺട്രോൾ ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് ഒരു ലീഡർഷിപ്പിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വളരെ കൂടുതൽ ഉപയോഗം ചെയ്യും എന്നുള്ള കാര്യം.